നമസ്കാരം. വിദേശ സഹായം സ്വീകരിക്കുന്ന സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ കൂടുതൽ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പുതിയ ഭേദഗതി കൊണ്ടുവരാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. FCRA ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന സ്ഥാപനങ്ങളുടെ ആസ്തികൾ പൂർണ്ണമായും ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് പുതിയ ഭേദഗതിയിലെ പ്രധാന വ്യവസ്ഥ. കള്ളപ്പണം വിദേശത്തിലൂടെ കൈമാറുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനം. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ വലിയൊരു ഭേദഗതിയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. വിദേശ സംഭാവന സ്വീകരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെയോ സംഘടനയോടോ FCRA രജിസ്ട്രേഷനോ ലൈസൻസോ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയാൽ ആ നിമിഷം മുതൽ അവരുടെ ആസ്തികൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലേക്ക് മാറും. നിയമലംഘനങ്ങൾക്ക് നിലവിലുള്ള ശിക്ഷാ നടപടികളിലെ അവ്യക്തതകൾ നീക്കി അവ ഏകീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകളും പുതിയ ഭേദഗതിയിലുണ്ടാകും. ചട്ടലംഘനം നടത്തുന്നവർക്കെതിരെ കൂടുതൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇത് കേന്ദ്രത്തിന് കരുത്തു പകരും. വിദേശ സംഭാവനകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് കേന്ദ്രം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള കരട് ബില്ല് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കാനാണ് തീരുമാനം. 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയത്. ഇന്ത്യയിലെ വ്യക്തികളോ അസോസിയേഷനുകളോ കമ്പനികളോ വിദേശത്ത് നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായിരുന്നു ഈ നിയമം. 5 വർഷത്തേക്കാണ് FCRA ലൈസൻസ് നൽകുന്നത്. ഇത് കൃത്യമായ ഇടവേളകളിൽ നിബന്ധനകൾക്ക് വിധേയമായി പുതുക്കേണ്ടതുണ്ട്. ഈ ലൈസൻസ് പലരും ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കേന്ദ്രം വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് നീക്കം. വിദേശത്ത് നിന്നെത്തുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ രാജ്യവിരുദ്ധ നീക്കങ്ങൾക്കോ ഉപയോഗിക്കുന്നത് തടയുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. വിദേശ സഹായം സ്വീകരിക്കുന്ന പല സംഘടനകളും അത് ദുരുപയോഗം ചെയ്യുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം സെൻസിറ്റീവായ ഫണ്ടുകളെ കൃത്യമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും പുതിയ ഭേദഗതി കേന്ദ്രത്തിന് കൂടുതൽ അധികാരം നൽകുകയാണ്. FCRA ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന നിമിഷം മുതൽ ആ സ്ഥാപനത്തിന്റെ സ്വത്തുക്കൾ സർക്കാരിന്റെ അധീനതയിലാകും. ലൈസൻസ് ദുരുപയോഗം ചെയ്യുന്നവർക്കും വിദേശ പണം വഴിമാറ്റി ചെലവഴിക്കുന്നവർക്കും എതിരെ പിഴയ്ക്ക് പുറമെ വലിയ തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള കർശന നടപടികളും ഇനി വരും. വിദേശ സഹായം സ്വീകരിക്കുന്ന സംഘടനകളുടെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായ ഇടവേളകളിൽ കേന്ദ്രം നേരിട്ട് പരിശോധിക്കും. വിദേശ ഫണ്ടുകൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കരുതെന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സന്നദ്ധ പ്രവർത്തനങ്ങളുടെ മറവിൽ വിദേശ ഏജൻസികൾ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിലോ സുരക്ഷാ കാര്യങ്ങളിലോ ഇടപെടുന്നത് തടയാൻ ഈ ഭേദഗതികൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതോടെ രാജ്യത്തെ ആയിരക്കണക്കിന് NGOകളും സന്നദ്ധ സംഘടനകളും പുതിയ നിയമത്തിന്റെ കർശന നിരീക്ഷണത്തിലാകും. വിദേശ സംഭാവനകളെ നിയന്ത്രിക്കുകയും അത്തരം സംഭാവനകൾ ആഭ്യന്തര സുരക്ഷയെ ദോഷകരമായി ബാധിക്കില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായിട്ടാണ് FCRA നിയമം കൊണ്ടുവന്നത്. പിന്നീട് 2010 വിദേശ സംഭാവനകൾ നിയന്ത്രിക്കുന്നതിന് പുതിയ നടപടികൾ സ്വീകരിച്ചപ്പോൾ ഇത് ഭേദഗതി ചെയ്യുകയായിരുന്നു. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന എല്ലാ അസോസിയേഷനുകൾക്കും ഗ്രൂപ്പുകൾക്കും NGOകൾക്കും FCRA ബാധകമാണ്. അത്തരത്തിലുള്ള എല്ലാ NGOകളും FCRAയുടെ കീഴിൽ സ്വയം രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധവുമാണ്. 5 വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി. പിന്നീട് മാനദണ്ഡങ്ങൾ പാലിച്ചാൽ 5 വർഷത്തിന് ശേഷം രജിസ്ട്രേഷൻ പുതുക്കാനും സാധിക്കും. രജിസ്ട്രേഷൻ ചെയ്ത അസോസിയേഷനുകൾക്ക് സാമൂഹിക, വിദ്യാഭ്യാസ, മത, സാമ്പത്തിക, സാംസ്കാരിക ആവശ്യങ്ങൾക്കായി വിദേശ സംഭാവനകൾ സ്വീകരിക്കാം. അതേസമയം ആദായ നികുതി കൃത്യമായി തന്നെ ഫയൽ ചെയ്യേണ്ടതുണ്ട്. MP മാർ, MLA മാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ജഡ്ജിമാർ, മാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് വിദേശ സംഭാവന സ്വീകരിക്കാൻ സാധിക്കില്ല. 2010 വിദേശ സംഭാവന നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്കും വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാൻ സാധിക്കില്ല. വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിന് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിലക്കുണ്ടായിരുന്നു. എന്നാൽ 2017 ധനകാര്യ ഭേദഗതി ബില്ലിലൂടെ സംഭാവന നിയന്ത്രണ ചട്ടം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. ഇതോടെ ഒരു വിദേശ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓഹരികൾ കൈവശമുള്ള ഒരു വിദേശ കമ്പനിയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് സ്വീകരിക്കാൻ ഭേദഗതി വഴിയൊരുക്കിയിരുന്നു. അന്ന് നിയമ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമായിരുന്നു ഉയർത്തിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൈപ്പറ്റിയ ഫണ്ടുകൾ പരിശോധിക്കപ്പെടുമെന്ന അവസ്ഥ വന്നതോടെയാണ് നിയമം വീണ്ടും ഭേദഗതി ചെയ്തത്.